ഹലോ ഫ്രണ്ട്സ്, സിനിമ ഡയലോഗിലൂടെ നമുക്ക് ഹിന്ദി പഠിക്കാൻ ശ്രമിക്കാം. ചിത്രം ചാന്ത് പൊട്ട്. ഒട്ടുമിക്ക മലയാളികളും കണ്ട ഒരു സിനിമയായിരിക്കും. ഒരു ഫണ്ണി മൂവിയാണ്. ഭാവനയും ദിലീപും തമ്മിലുള്ള ഒരു തമാശ ഡയലോഗാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമായ ഒരു സിനിമയാണ്. ദിലീപിൻ്റെ നല്ലൊരു അഭിനയമായിരുന്നു ഇതിൽ. ഭാവന, താൻ ഈ വിറകൊക്കെ ഒന്ന് കീറിയിട്ടെ. താൻ ഈ എന്ന് പറഞ്ഞത് നീ. തും യേ സബ് ലക്കടി കാട്ട് കർ ഡാലോ. തും നീ, യേ സബ് ഇതൊക്കെ, ഈ കാണുന്ന വിറകൊക്കെ, വിറകിന് പറയുന്നതാണ് ലക്കടി. കാട്ട് കർ ഡാലോ, കട്ട് ചെയ്ത് ഇട്, മുറിച്ചിട്. ലക്കടി കാട്ട് കർ ഡാലോ, ഇതൊക്കെ ഈ വിറകെല്ലാം കീറിയിട് അല്ലെങ്കിൽ മുറിച്ചിട്. ലക്കടി എന്ന് പറഞ്ഞാൽ ഏത് മരത്തിന്റെ പീസിനും നമുക്ക് ലക്കടി എന്ന് പറയാം കേട്ടോ. ഏത് മരക്കഷ്ണത്തിനും പറയാൻ പറ്റുന്നതാണ് ലക്കടി. കാട്ട് കർ ഡാല എന്ന് പറഞ്ഞാൽ മുറിച്ചിടുക, ചെറുതായിട്ട് മുറിച്ചിടുക. ഇപ്പം കോടാലിയൊക്കെ എടുത്തിട്ട് നമ്മൾ കീറില്ലേ, കീറിക്കഴിഞ്ഞാൽ അതിനെ കാട്ട് കർ ഡാൽ ദിയ എന്ന് പറയാൻ പറ്റും. ദിലീപ്, എൻ്റെ റോസി, ഇത്ര ഭാരപ്പെട്ട പണിയെടുത്താൽ എൻ്റെ നടുവ് പിളർന്നു പോകും. എൻ്റെ റോസി, അവളെ ഭാവനയെ അഡ്രസ് ചെയ്യാണ്. ഇത്ര ഭാരപ്പെട്ട പണിയെടുത്താൽ എൻ്റെ നടുവ് പിളർന്നു പോകും, എൻ്റെ നടുവ് പൊട്ടിപ്പോകുന്നു. മേരി റോസി ഇത്തനാ ഭാരി കാം കിയാ തോ. മേരി റോസി ഇത്തനാ ഭാരി കാം കിയാ തോ. ഭാരി കാം എന്ന് പറഞ്ഞാൽ ഭാരപ്പെട്ട പണി. ഇത്രയ്ക്കും ഭാരിച്ച പണി ചെയ്താൽ. ഈ സീൻ മനസ്സിൽ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് നല്ല എളുപ്പമായിട്ട് തോന്നും ഇത് അവിടെ എന്താ സംഭവിക്കുന്നുള്ള. ഇത്തനാ ഭാരി കാം കിയാ തോ, ഇത്തനാ ഭാരി കാം കിയാ തോ. ഇത്ര വലിയ പണി ചെയ്താൽ എൻ്റെ നടുവ് പിളർന്നു പോകും. മേരാ റീഡ് കാ ഹഡ്ഡി ടൂട്ട് ജായേഗ. മേരാ, എൻ്റെ, റീഡ് കാ ഹഡ്ഡി എന്ന് പറഞ്ഞാൽ നട്ടിലാണ്. ടൂട്ട് ജായേഗ, പൊട്ടിപ്പോകും, അല്ലെ പിളർന്നു പോകും. നമ്മൾ പറയല്ലേ, കുറേ പണിയൊക്കെ ആരെങ്കിലും തരുമ്പോൾ ഇതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നട്ടിൽ അങ്ങ് പൊട്ടിപ്പോകും. മേരാ റീഡ് കാ ഹഡ്ഡി ടൂട്ട് ജായേഗ. റീഡ് കാ ഹഡ്ഡി എന്ന് പറഞ്ഞാൽ നട്ടല്. ഹഡ്ഡി എന്ന് പറഞ്ഞാൽ എല്ലാണ് കേട്ടോ. ടൂട്ട് ജായേഗ, പൊട്ടിപ്പോവുക. റീഡ് കാ ഹഡ്ഡി, നട്ടല്. എൻ്റെ നട്ടല് പൊട്ടിപ്പോവുക ഇത്രയും ഭാരിച്ച പണി ചെയ്താൽ. അതെ, പറഞ്ഞതങ്ങ് ചെയ്താൽ മതി. ഭാവന പറയണപ്പോ നിന്നോട് പറഞ്ഞതങ്ങ് ചെയ്താൽ മതി, നീ ആർഗ്യുമെന്റ് ഒന്നും ചെയ്യണ്ട. ദേഖ് ബസ് വഹി കരോ ജോ കഹാ ഗയാ ഹെ. ഭാവന ദേഷ്യത്തിലും ഇവൻ നല്ല തമാശയിലുമാണ് ഈ സംഗതികളൊക്കെ പറയുന്നത് കേട്ടോ. ഇവനെല്ലാം തമാശയായിട്ട് എടുക്കുക. ദേഖ് ബസ് വഹി കരോ ജോ കഹാ ഗയാ ഹെ. ഞാൻ പറഞ്ഞത് മാത്രം അങ്ങ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളോ, ബസ് ഇത്തനായി. അപ്പൊ അവന് ആ മരം കണ്ടിട്ട്, മരത്തിന്റെ ക്വാണ്ടിറ്റി കാണുമ്പോ അവൻ പറയാ, ബസ് ഇത്രയേ ഉള്ളൂ. ഇത്തനാഹി, ഇത്തനാഹി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത്തനാഹി ഹേ, അങ്ങനെയും ചോദിക്കാം. ബസ് ഇത്തനാഹി ഹേ, ഇത്തനാഹി ഹേ. അപ്പൊ ഹേ അവിടെ ഇല്ലെങ്കിലും അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇത്രയേ ഉള്ളൂ, കളിയാക്കി ചോദിക്കുന്നതാണത്. ഒരു ലോഡും കൂടെ ഇറക്കാമായിരുന്നു, ഉണ്ടോ. അപ്പൊ ഇത് കുറഞ്ഞു പോയി, നീ ഒരു ലോഡും കൂടി ഇറക്കിയിരുന്നെങ്കിൽ അതും കൂടി ഞാൻ കട്ട് ചെയ്യായിരുന്നു എന്നാ പറയുന്നത്. ഏക്ക് ലോഡ് ഓർ മങ്വാനത്ത. ഇറക്കാമായിരുന്നു എന്ന് പറഞ്ഞ ലിറ്ററൽ മീനിങ് എടുക്കുകയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് താഴോട്ട് ഇറക്കുക എന്നുള്ള. ഇവിടെ അതല്ല അർത്ഥം. ഒരു ലോഡും കൂടി ഇറക്കാന്ന് പറഞ്ഞാൽ ഒരു ലോഡും കൂടി വാങ്ങാമായിരുന്നു. അതുകൊണ്ടാണ് മങ്വാനത്ത. മങ്വാന എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക. ഏക്ക് ലോഡ് ഓർ മങ്വാനത്ത, ഒരു ലോഡും കൂടി വാങ്ങാമായിരുന്നു. ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ. മേ ബസ് കാലി ബൈഠാ ഹൂം ഹെന. ഞാൻ അങ്ങനെ ഇരിക്കല്ലേ. ഹേനാന്ന് വെച്ചാൽ അല്ലേ, ഇരിക്കുകയാണല്ലോ. അങ്ങനെ അതിനും ഇരിക്കുകയാണല്ലേ, അങ്ങനെ അതിനും ഹേന എന്ന് പറയാ. മേ ബസ് കാലി ബൈഠാ ഹൂം ന. ഞാൻ വെറുതെ ഇരിക്കല്ലേ, ഞാനങ്ങ് വെറുതെ ഇരിക്കല്ലേ, നിനക്ക് ഒരു ലോഡും കൂടി അങ്ങ് വാങ്ങിച്ചൂടായിരുന്നു. ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ. ബസ് കാലി ബൈഠാ ഹൂം ന. അവിടെ ഇരിക്കു വിറകെ. അപ്പൊ അവൻ വിറക് കയറാൻ നോക്കുമ്പോ വിറകിനെ താഴെ വെച്ചിട്ട് അതിനോട് പറയാ, കോടാലി കയ്യിൽ ഒന്നും കൊണ്ട് വിറകിനോട് പറയാ, ബസ് വഹീം ബൈഠോ ലക്കടി. അവിടെ ഇരിക്കു വിറകെ. അവനെല്ലാം തമാശയാണ്. അപ്പൊ തമാശയിലാണ് പറയുന്നത്. വഹീം ബൈഠോ ലക്കടി, അവിടെ ഇരിക്കൂ വിറകെ, പ്രകർഷണത്തിനോട് പറയാണ്. ശില്പായതാട്ടോ ഫിസൽ ഗയാ ഥാ. ശില്പായതാട്ടോ എന്ന് അവൻ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് അത്. സ്ലിപ്പായതാണെന്ന് പറയുന്നതിന് പകരമാണ് അവൻ ശില്പായതാട്ടോ എന്ന് പറയുന്നത്. ഇങ്ങനെ തെന്നിപ്പോയതാണെന്ന്. അതിന്റെ ഒരു കഷണം ഭാവനയുടെ മേല് തെറിച്ചുകൊണ്ടായിരുന്നു. അപ്പം ഭാവനയ്ക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട്, തനിക്കെന്താ കണ്ണ് കണ്ടുകൂടെ,
ക്യാ തും നീം ദേഖ് സക്തേ ഹെ. അപ്പം കണ്ണുപൊട്ടന്മാർ പണി ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റുക. ആ രീതിയിലാണ് അവൾ ചോദിക്കുന്നത്. ക്യാ തും നീം ദേഖ് സക്തേ, നിനക്ക് കണ്ണില്ലേ, നിനക്ക് കണ്ണ് കാണില്ലേ? ക്യാ തും നീം ദേഖ് സക്തേ ഹെ, നിനക്ക് കണ്ണ് കാണാൻ പറ്റില്ലേ, കണ്ണ് കാണില്ലേ? ദേഷ്യത്തിലാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ ദിലീപ് അതിനും പറയുന്നത് എല്ലാം തമാശ ഡയലോഗാണ് കേട്ടോ. എനിക്ക് കണ്ണ് കാണും, മേ ദേഖ് സക്താ ഹും. മേ ദേഖ് സക്താ ഹും എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. പക്ഷെ അവന്റെ കുഴപ്പം കൊണ്ടല്ല ഇത് പറ്റിയത്, അവന് കണ്ണ് കാണും എന്നുള്ള അറിയിക്കാൻ വേണ്ടി തമാശ രൂപത്തിൽ അവൻ ഒരു റിപ്ലൈ കൊടുത്താണത്. മേ ദേഖ് സക്താ ഹും, എനിക്ക് കാണാൻ പറ്റും, പക്ഷേ വിറകിന് കണ്ണില്ലല്ലോ. ലേക്കിൻ ലക്കടിക്ക് കോയി ആങ്ക് നീ ഹോത്തി. ലക്കടി എന്നാണ് വിറകുള്ളിക്ക്, കൊയ്യ് ആങ്കനിയത്തി, കണ്ണൊന്നുമില്ലല്ലോ, വിറകിന് കണ്ണൊന്നുമില്ലല്ലോ, എനിക്ക് കാണാൻ പറ്റും. അപ്പം ഇവന്റെ കുറ്റം കൊണ്ടല്ല, വിറക് കാണാൻ പറ്റാതെ വിറക് തെറിച്ച് അവളുടെ മേലെ പോയി കൊണ്ടതാണ്. അത് വിറകിന്റെ കുറ്റമായിട്ടാണ് അവൻ എടുക്കുന്നത്. ഒക്കെ തമാശ രൂപത്തിലാണ് ദിലീപിന്റെ എല്ലാ ഡയലോഗും. ഭാവന വളരെ ദേഷ്യത്തിലാണ്. ലക്കടിക്ക് കോയി ആങ്കനി ഹോത്തി. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ഇതുപോലെയുള്ള വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ ഇനിയും ഇതുപോലുള്ളത് ഇടാൻ ശ്രമിക്കാം.